നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സെനഗൽ പാരറ്റിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണവും ഒരു സെയിൽ പോസ്റ്റുമാണ്. സെനഗൽ പാരറ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പക്ഷിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ സെനഗൽ പാരറ്റിൻ്റെ കുട്ടികൾ എടുത്ത് ഇണക്കിയാൽ നല്ല രീതിയിൽ ഇണങ്ങുകയും ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് പോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന പക്ഷിയാണ് സെനഗൽ പാരറ്റ്. കൈവെള്ളയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് സെനഗൽ പാരറ്റ് ഉള്ളൂ. ചെറിയ പക്ഷിയാണ്. നമ്മൾ ആഫ്രിക്കൻ ലവ് ബേഴ്സിൻ്റെ ഒരു 2 മടങ്ങ് വലിപ്പം ഉണ്ടാകും, അത്രയും ഉണ്ടാകും. നല്ല ഓർമ്മശക്തി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഇതിൻ്റെ കുട്ടികളെടുത്ത് ഇണക്കി വളർത്താൻ വേണ്ടിയിട്ട്. സെനഗൽ പാരറ്റിൻ്റെ ബ്രീഡിംഗ് കേജ് സാധാരണ ഇതിലുള്ള നമ്മൾ കൊനൂറുകൾക്കുള്ള ആ ഒരു ബ്രീഡിംഗ് കേജിൻ്റെ ഒരു സൈസ് മതി. വലിപ്പത്തിൽ ചെറുതായതുകൊണ്ട് നമുക്ക് ആ ഒരു കേജിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു 4 അടി നീളം, 3 അടി ഹൈറ്റ്, 2 അടി വീതിയൊക്കെ ഉള്ള ഒരു കേജ് ഉണ്ടെങ്കിൽ സെനഗൽ പാരറ്റിനെ നല്ല രീതിയിൽ നമുക്ക് ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും. ഇതിനുള്ള ബ്രീഡിംഗ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 അടി ഹൈറ്റുള്ള ബ്രീഡിംഗ് ബോക്സ് മതി. അധികം വലിപ്പമുള്ള ബ്രീഡിംഗ് ബോക്സിൻ്റെ ആവശ്യമില്ല, ഒരു 1.5 അടി ഹൈറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. സെനഗൽ പാരറ്റുകളുടെ ഫുഡ് നമ്മളെ സെയിം കൊനൂറിന് കൊടുക്കുന്ന അതേ ഫുഡാണ്. എല്ലാ വെജിറ്റബിൾസും കൊടുക്കാം. ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ്, കോവയ്ക്ക, അങ്ങനെയുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ കൊടുക്കാം. അതുപോലെ പഴവർഗ്ഗങ്ങളും എല്ലാ പഴവർഗ്ഗങ്ങളും കൊടുക്കാൻ പറ്റും. ആപ്പിള്, പേരയ്ക്ക, മാതളം, കപ്പങ്ങ, ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. പഴവർഗ്ഗത്തിൽ വന്നിട്ട് സ്പ്രൗട്ട്സ് കൊടുക്കാം. അതുപോലെ തന്നെ സീഡ് മിക്സോ അതെല്ലാം അങ്ങനെ വരുന്ന സീഡ് ഐറ്റംസ് എല്ലാം സീഡ് നല്ല രീതിയിൽ കഴിക്കും. സെനഗൽ പാരറ്റ് 2 ടൈപ്പ് കളറാണ് ഉള്ളത്. ഒന്ന് ചെസ്റ്റ് വന്നിട്ട് ഓറഞ്ച് കളറും വരും, ഒന്ന് വന്നിട്ട് ഒരു യെല്ലോ കളറും വരും. സെനഗൽ പാരറ്റിന്റെ ഹെഡ് കളർ വരുന്നത് ഒരു ലൈറ്റ് ആഷ് കളർ പോലെയാണ് വരുന്നത്. അതിന്റെ ബാക്കി വി പോലെ വരുന്ന ആ ഒരു ഭാഗത്താണ് ഈ കളർ ഞാൻ പറഞ്ഞ ചില പക്ഷികൾക്ക് യെല്ലോ കളർ ഉണ്ടാവും, ചിലത് ഓറഞ്ച് കളർ ഉണ്ടാവും. ഈ 2 ടൈപ്പാണ് പൊതുവേ ഉള്ള കളർ വരുന്നത്. ബാക്ക് സൈഡ് വന്നിട്ട് ഒരു ആഷ് കളറും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറും കൂടെ മിക്സ് ആയിട്ടാണ് ഈ സെനഗൽ പാരറ്റിന്റെ കളർ ഉണ്ടാകുന്നത്. സെനഗൽ പാരറ്റ് മറ്റുള്ള പക്ഷികളെ പോലെ വേഗത്തിൽ ബ്രീഡാകുകയില്ല. നമ്മൾ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് പോലെ ഒരല്പം ബ്രീഡിങ് ലേറ്റാണ്. അതുകൊണ്ട് ഇതിൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല മാർക്കറ്റും ഉണ്ട്. ആണും പെണ്ണും തിരിച്ചറിയാൻ DNA സെക്സിങ് ആണ് ഏറ്റവും എളുപ്പമാർഗം. അല്ലാതെ തിരിച്ചറിയേണ്ടത് മെയില് അല്പം ഫീമെയിലിനെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലായിരിക്കും. വേറൊരു മാർഗം, ചെസ്റ്റിന്റെ ഭാഗത്തുള്ള യെല്ലോ കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളർ വരുന്ന ഒരു ഭാഗത്ത് മെയിലിന് കളർ അല്പം കൂടുതലായിരിക്കും, ഫീമെയിലിന് കളർ അല്പം ഡിമ്മായിരിക്കും. മുട്ടയിടുന്നത് 3 മുതൽ 4 മുട്ടയാണ് ഇടുന്നത്. കൂടുതൽ സമയവും അടയിരിക്കുന്നത് ഫീമെയിൽ തന്നെയാണ്. ഇത് അടയിരിക്കൽ കാലാവധി 28 ദിവസമാണ്. 28-30 ദിവസത്തിനുള്ളിൽ മുട്ട വിരിയും. ഈ വീഡിയോ കാണുന്ന സെനഗൽ പാരറ്റ് കൊടുക്കാനുള്ളതാണ്. നല്ല അഡൽറ്റ് ആയിട്ടുള്ള സെനഗൽ പാരറ്റാണ്. മെയിലിനും ഫീമെയിലിനും DNA ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ വേർഡാണ്. ഏകദേശം ഒരു 4-4.5 വയസ്സ് പ്രായമുള്ളതാണ്. ഒരു പേര് പേളി കോണർ കൊടുക്കാനുണ്ട്. DNA ചെയ്തിട്ടുള്ള മെയിലും ഫീമെയിലുമാണ്. ഏകദേശം ഒരു 2 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ളതാണ്. ക്രിംസൺ കാണാൻ ക്രിംസൺ ബെല്ലിഡ് കൊനൂറിനെ പോലെ ഇരിക്കും ഏകദേശം. ക്രിംസൺ ബെല്ലിഡ് കൊനൂറാണെങ്കിൽ ആ ചെസ്റ്റിൽ വരുന്ന ഒരു റെഡ് കളറാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കളർ ഭംഗി. പേളി കോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷോൾഡർ വന്നിട്ട് ചിറകിൻ്റെ 2 സൈഡും വന്നിട്ട് ഒരു റെഡ് കളർ ഉണ്ടാകും. ബാക്കി ബാക്ക് സൈഡൊക്കെ വന്നിട്ട് ഒരു പച്ച കളറും, ആ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ പച്ചയും ഒരു കറുപ്പും വെള്ളയുമായിട്ടുള്ള ഒരു ഡോട്ടൊക്കെയാണ് ഉണ്ടാകുന്നത്. പേളി കോണറും സെനഗൽ പാരറ്റും ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെടാം. ഇതിൻ്റെ വിലയും ബാക്കി ഡീറ്റെയിൽസും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിടിച്ചിരിക്കും. നമ്മൾ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലോട്ടും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ.